പെന്തക്കോസ്റ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി. പെന്തക്കോസ്റ്റലിസം എന്ന് ഞാൻ ഈ പറയുന്നത് കേരളത്തിലെ പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരെ കുറിച്ചല്ല. യാക്കോബായ സഭയിൽ പെന്തക്കോസ്തുകാരുണ്ട്. യാക്കോബായ സഭയിലെ അച്ഛന്മാരുടെ ഇടയിൽ പോലും പെന്തക്കോസ്തുകാരുണ്ട്. ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പുറമേ പെന്തക്കോസ് ആയവരല്ല പെന്തക്കോസ്. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞ ഒരു രോഗമാണ്. അത് ബാധിച്ചിട്ടുള്ള യാക്കോബായക്കാരുണ്ട്, അത് ബാധിക്കാത്ത മാർത്തോമക്കാരുടെ എണ്ണം കുറവാണ്, അത് ബാധിച്ചിട്ടുള്ള കത്തോലിക്കരുണ്ട്. അവരെ കരിസ്മാറ്റിക് എന്നാണ് വിളിക്കുന്നത്. പേരല്പം മാറ്റമാണ്, എല്ലാം സെയിം ആണ്. അപ്പൊ ഈ പെന്തക്കോസ്ത് രോഗാണു ബാധിച്ചിരിക്കുന്ന ആളുകൾ അത് നിശ്ചയമായിട്ടും പെന്തക്കോസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ബ്രദറൻ സഭ, അതുപോലെ തന്നെ ഈ യാക്കോബായ സഭയ്ക്കകത്തും ഈ രോഗം ബാധിച്ചവരുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മറ്റു മനുഷ്യരെ കൊല്ലുക, യുദ്ധം ചെയ്യുക, പരിഹാരം കൊലപാതകമാണ്. എല്ലാ സിനിമയും അവസാനിക്കുന്ന ഒരുത്തനെ കൊന്നോണ്ടാണ്. മോസ്റ്റ് ഓഫ് ദ മൂവീസ്, എല്ലാ മൂവീസും അല്ല, മോസ്റ്റ് ഓഫ് ദ മൂവീസ് വില്ലനെ വെടിവെച്ച് കൊല്ലും, നല്ല ഇടിച്ച് വീഴിക്കുന്നു. ആ ഒരു വയലൻസിന്റെ വിജയമാണ്. അപ്പോഴേക്കാണ് ആൾക്ക് ആശ്വാസം. അപ്പൊ ഇതാണ് എല്ലാ പുരാണങ്ങളിലും എല്ലാ ഇതിഹാസങ്ങളിലും തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയം അക്രമത്തിലൂടെയാണ്, വയലൻസിലൂടെയാണ്. ക്രിസ്ത്യാനിറ്റിയെ വ്യത്യസ്തമാക്കുന്നത് അതാണ്, വാളുറയിലിടുക. ദാറ്റ് ഈസ് ദ കമാൻഡ്മെന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വാളുറയിലിടുക. ഇത് എത്രത്തോളം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും? തന്നെ പിടിക്കുവാൻ വേണ്ടി ചേകവർ വരുമ്പോൾ വാളെടുത്ത് അവരോട് ഏറ്റുമുട്ടാൻ തുടങ്ങുന്ന ശിഷ്യനായിരിക്കുന്ന പത്രോസിനോട് യേശു കർത്താവ് പറയാണ് വാളുറയിലിടുക. അത് വൺസ് ആൻഡ് ഫോർ എവർ. ദാറ്റ്സ് കമാൻഡ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലായിട്ടും എല്ലാ കാലത്തേക്കുമായിട്ടും നൽകപ്പെടുന്ന ഒരു കമാൻഡ്മെന്റ് ആണ്. ഇവിടെയാണ് സത്യദൈവത്തിന്റെ പദ്ധതിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സത്യദൈവത്തിന്റെ പദ്ധതി ഇവിടെയാണ്. ദൈവം മനുഷ്യരോട് ഇടപെടുന്നത്. ഇപ്പൊ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് നീ പുറപ്പെട്ടു പോരുക. അപ്പൊ ഊരിൽ നിന്ന് പീസ്ഫുൾ എക്സിറ്റ് ആണ്. ഊരിൽ നിന്ന് യുദ്ധം ചെയ്യാനോ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനോ അവിടെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാനോ അവിടെ എല്ലാം പിടിച്ചെടുക്കാനോ ഒന്നും അല്ല. നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകാം. ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. സമാധാനപരമായിട്ട്. നിങ്ങൾക്കറിയാം, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നിങ്ങനെ പിതാക്കൻ പുതിയൊരു ജനതയെ തുടക്കം കുറിക്കാൻ വേണ്ടി വിളിക്കും. ഈ ചരിത്രം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇതിനകത്ത് പിന്നീട് മോശയുടെ കാലമാകുമ്പോഴേക്കും മിഥ്യാന്യ ദേശത്ത് വസിച്ചിരുന്ന കേന്യരുടെ ദൈവമായ യഹോവ ഇസ്രായേലിന്റെ ദൈവമായി മാറുന്നു. ഇസ്രായേലിന്റെ ദേവനായി യഹോവ ചാർജ് എടുക്കും. പിന്നീട് കാണുന്നത് രക്തരൂഷിതമായ അധ്യായങ്ങളാണ്. ഇസ്രായേലിന്റെ ട്രൂ ഗോഡ്, യഥാർത്ഥ ദൈവം ഇസ്രായേലിന് അരുളപ്പാടുകളെ കൊടുക്കുന്നുണ്ട്. തന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ നടക്കേണ്ടത്. അപ്പൊ ഇതുകൊണ്ടാണ് പഴയ നിയമം നിങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് കാണും. ഒരിടത്ത് പറഞ്ഞിരിക്കുന്നതിന് ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ്, ഘടകവിരുദ്ധം എന്നുള്ള മലയാളത്തിൽ. ഇതിന്റെ കാരണം ഇസ്രായേലിൽ 2 ലോർഡ്സ് ഉണ്ടായിരുന്നു, 2 കർത്തൃത്വങ്ങൾ. യഹോവയുടെ കർത്തൃത്വം ഉണ്ടായിരുന്നു, ഏൽ ഷദായിയുടെ കർത്തൃത്വം ഉണ്ടായിരുന്നു. ഏൽ ഷദായിയുടെ കർത്തൃത്വം വരാനിരിക്കുന്ന മശിഹ രാജ്യത്തിലേക്ക്, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ രാജ്യത്തിലേക്ക് വിരൽ ചൂണ്ടി അതിന് ഉന്മുഖമായി യാത്ര ചെയ്യുന്ന ഒരു ജനതതി. അതാണ് തീർത്ഥാടക സഭ എന്ന് പറയുന്നത്. അപ്പൊ പഴയ നിയമത്തിലെ ആ തീർത്ഥാടക സഭ മശിഹാ രാജ്യത്തിന് ഉന്മുഖമായിട്ട് പ്രയാണം ചെയ്തുകൊണ്ടിരുന്നു. അതിന് ഘടകവിരുദ്ധമാണ് യഹോവയുടെ സ്റ്റേറ്റ്മെന്റ്സ്, ക്ലെയിംസ്, ഡയറക്ഷൻസ്, കമാൻഡ്മെന്റ്സ്. ഇതെല്ലാം നമുക്ക് കാണാം. ഇത് ഇഴപിരിഞ്ഞാണ് തിരുവെഴുത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ് പലപ്പോഴും നമ്മൾ എടുക്കേണ്ടി വരുന്നത്.